Today's class is about A. A is the first letter of the English alphabet. A is the first vowel. A എന്ന അക്ഷരത്തിന് എ എന്ന ലെറ്ററിന് രണ്ട് തരത്തിൽ ഉച്ചാരണമുണ്ട്. നമ്മൾ എ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒറിജിനൽ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എ എന്ന വീക്ക് ഫോമിൽ, കാരണം അത്രയ്ക്ക് ശക്തമാണ്ട, വീക്കായിട്ട്, എ എന്ന് സ്ട്രോങ് ഫോമിൽ, ഈ രൂപത്തിലാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾക്ക് A1 എന്നൊരു സംഭവമുണ്ട്. A1 എന്ന് പറയുന്ന ഒന്നാം തരമാണ്. ഒന്നാം തരം എന്ന് പറയുന്ന അല്പം മികച്ചു നിൽക്കുകയാണത്. ഒന്നാം തരം ചില സ്പെഷ്യാലിറ്റിയാണ്. അവിടെ നമ്മൾ A1 എന്നല്ല A1 എന്ന് ഉച്ചരിക്കണം. A1 ഒന്നാം തരം. അപ്പോൾ A1 എന്ന് ഉച്ചരിച്ചാൽ എന്താ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ കറക്റ്റ് നമ്മൾ അറിയണമെന്നാണല്ലോ നമ്മളുടെ ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത. A1 ഒന്നാം തരം. എ ബോംബ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എ ബോംബ് എന്ന് പറയുന്നത് ആറ്റം ബോംബിനെ സംബന്ധിച്ചാണ്. പക്ഷേ ആറ്റം ബോംബിനെ സംബന്ധിച്ചും അവിടെ ഒരു സ്ട്രോങ് ഫോം വേണം. എ ബോംബ്, ആറ്റം ബോംബ്. ആറ്റം ബോംബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഇംഗ്ലീഷ് ആറ്റം ബോംബല്ല, ആറ്റമിക് ബോംബ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഡെവലപ്ഡ് ആറ്റമിക് ബോംബ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ഡെവലപ്ഡ് ആറ്റമിക് ബോംബ്. ചില ഇംഗ്ലീഷുകളിൽ നമ്മൾ അതേപോലെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഗവൺമെൻറ് ഓർഡർ എന്ന് പറയും. ഗവൺമെൻറ് ഓർഡർ അല്ല, ഗവൺമെൻറ്റൽ ഓർഡർ. ഡോക്ടറേറ്റ് ഡിഗ്രി എന്ന് പറയാറില്ലേ? ഡോക്ടറേറ്റ് ഡിഗ്രി അല്ല, ഡോക്ടറൽ ഡിഗ്രി. ഡോക്ടറൽ ഡിഗ്രി. അപ്പം എയ്ക്ക് ഉച്ചാരണം സ്ട്രോങ് ഫോമിൽ A1. എ ബോംബ്, എ ബോംബ്, ആറ്റമിക് ബോംബ്. AD എന്ന് നമ്മൊരു കാലയളവ് കേട്ടിട്ടുണ്ട്. ക്രിസ്തു ജനിക്കുന്നതിന് മുൻപും പിൻപും എന്നാണ്. BC ബിഫോർ ക്രൈസ്റ്റ്. AD, അത് AD എന്നുള്ളൊരു കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം അതിൻ്റെ സ്ട്രോങ് ഫോമിൽ വേണം, AD. പക്ഷേ AD എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല, ബുദ്ധിമുട്ടുണ്ടാവും. AD, ആനോ ഡൊമൈനോ. ക്രിസ്തുവിന് ശേഷം ആനോ ഡൊമിനോ. അവിടെ AD അല്ല, AD. ഇനി എക്കുള്ള ചില പ്രത്യേകതകൾ. എ ഒരു വൗവലാണ്, ആദ്യത്തെ വൗവലാണ്, ഫസ്റ്റ് വൗവലാണ്. അതേപോലെ എ ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 3 ഉണ്ട്, എ ആൻഡ് ദ. എ ഒരു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ദിസ് ഈസ് എ ബുക്ക്, ഒരു പുസ്തകം. ദിസ് ഈസ് വൺ ബുക്ക് എന്നല്ല കൂടുതൽ ശരി. ദിസ് ഈസ് വൺ ബുക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രയോഗമാണ്. ദിസ് ഈസ് എ ബുക്ക്. ഇറ്റ് ഈസ് എ ഗ്ലാസ്. എ ഒന്നിനെ സൂചിപ്പിക്കാൻ. എ ഒരു എന്ന് കാണിക്കുക. അവിടെ ഇറ്റ് ഈസ് എ വൺ ഗ്ലാസ് എന്ന് വേണ്ട. അപ്പോൾ മറ്റ് ഗ്ലാസ്സുകളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടി വരും. അപ്പോൾ എയിലൂന്നി നിൽക്കുമ്പോൾ അതൊരു ആർട്ടിക്കിളാണ്. മലയാളത്തിൽ ഭേദകം എന്ന് പറയും. എ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്, നിശ്ചയമില്ല. ദിസ് എ ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു പുസ്തകം, ഏത് പുസ്തകം ആവാം. പക്ഷേ ഇറ്റ് ഈസ് ദ ബുക്ക് എന്ന് പറയുമ്പോൾ ആ പുസ്തകം, അത് ഡെഫിനിറ്റാണ്. അപ്പോൾ ആർട്ടിക്കിൾ ആദ്യത്തേണ് എ, വൗവലിൽ ആദ്യത്തേണ് എ. ഇനി നമ്മൾക്ക് ഏബിൾ എന്നൊരു പദം എടുക്കാം. ഏബിൾ, നമ്മൾ ഏബിൾ എന്ന് പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ഉച്ചാരണം ഏബിൾ, കഴിവുള്ളതാണ്. അത് ഇത്തിരി മുന്നോക്കം വരുന്നതാണ്. അതുകൊണ്ട് അവിടെ ഉച്ചാരണം എ എന്നല്ല ഉച്ചരിക്കേണ്ടത്, ഏബിൾ. അപ്പോൾ നമുക്ക് പൊതുവൊരു സംശയം വരും. ഏബിൾ എന്ന് പറയാൻ AI എന്നാലേ എന്ന് കിട്ടുള്ളൂ എന്നൊരു സംശയം വരും. പക്ഷേ സംശയം എന്താ, നമുക്ക് ഇല്ലാതായി പോകുന്നു. എക്ക് എന്ന് ഉച്ചാരണം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഏബിൾ എന്ന് വരുന്നത്. ഏബിൾ, കഴിവുള്ള. ഹീസ് ആൻ ഏബിൾ സ്റ്റുഡൻറ്റ്. അവൻ കഴിവുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഏബിൾ. അപ്പോൾ ഏബിൾ എന്ന പദം എടുക്കുമ്പോൾ നമ്മൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു 4 പദത്തിലേക്ക് കയറേണ്ടി വരും. ഏബിൾ, ദാറ്റ് മീൻസ് ഏബിൾ. ENABLE, എനേബിൾ. DISABLE, ഡിസേബിൾ. UNABLE, അണേബിൾ. കഴിവും കഴിവുകളുമായിട്ട് ബന്ധപ്പെടുന്ന പദങ്ങളാണിത്. ഏബിൾ പറഞ്ഞല്ലോ നമ്മൾ, ഏബിലിറ്റി, കഴിവ്. അണേബിളോ, കഴിവില്ലായ്മ. ഹീസ് ആൻ ഏബിൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ അവ പഠിക്കാൻ അല്ലെങ്കിൽ മറ്റേ സ്പോർട്സിൽ, ആർട്സിലെ കഴിവുള്ളവനാണ് ഏബിൾ സ്റ്റുഡൻറ്റ്. അനേബിളോ, കഴിവില്ലാത്തത്. അണേബിൾ സ്റ്റുഡൻറ്റ്, കഴിവില്ലാത്ത വ്യക്തി. ഇനി എനേബിൾ ഉണ്ട്. എന്താ എനേബിൾ? ഏബിളിൻ്റെ വെർബാ. ENABLE, എനേബിൾ. ഏബിൾ എന്ന് പറയുന്ന, കഴിവുള്ള എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് നാമവിശേഷണത്തെ, അതിൻ്റെ വെർബൽ ഫോമാണ് എനേബിൾ, കഴിവുള്ളതാക്കുക. കഴിവുള്ളതാക്കുക എന്ന് പറയുമ്പോൾ അതിന് 3 ടെൻസ് ഫോം വേണം. എനേബിൾ, എനേബിൾഡ്, എനേബിൾഡ്. ഐ എനേബിൾഡ് ഹിം, ഞാൻ അവനെ കഴിവുള്ളവനാക്കി. കാരണം എൻ്റെ പ്രത്യേക കഴിവുകൊണ്ട് അവനെ ഞാൻ ആക്കിയാണ്. ഐ എനേബിൾഡ് ഹിം ടു റൈറ്റ്
എ പോയം. ഒരു കവിത എഴുതുവാൻ, എ പോയം, ഒരു കവിത എഴുതുവാൻ അവനെ ഞാൻ കഴിവുള്ളവനാക്കി. ഐ വിൽ എനേബിൾ ഹെർ, ഞാൻ അവളെ കഴിവുള്ളവളാക്കും. ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഞാൻ അവളെ കഴിവുള്ളവളാക്കും. അപ്പോൾ എനേബിൾ, എനേബിൾഡ്, എനേബിൾഡ് എന്ന രൂപത്തിൽ വരുന്നു. അപ്പോൾ ഏബിൾ ഉണ്ട്, അണേബിൾ ഉണ്ട്, എനേബിൾ ഉണ്ട്, അടുത്ത ഡിസേബിൾ. എന്താ ഡിസേബിൾ? ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടും പറയാം. എനേബിളിൻ്റെ ഓപ്പോസിറ്റാണ് ഡിസേബിൾ. ആൻ്റണി ഡിസേബിൾ എന്ന് വെച്ചാൽ ഫിസിക്കലി പോരായ്മകൾ, ഫിസിക്കലി ശാരീരികമായിട്ട് കഴിവില്ലായ്മയാണ് ഡിസേബിൾ. ഡിസേബിൾഡ് പേഴ്സൺ, ശാരീരികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവാം, ചിലപ്പോൾ മുടന്തുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായ പ്രശ്നം. അപ്പോൾ ഏബിൾ, എനേബിൾ വന്നു, ഇനി ഡിസേബിൾ വന്നു, അണേബിൾ വന്നു. അപ്പോൾ ഏക്ക് ഏബിൾ എന്ന് വരണം. മുമ്പ് ആ ഒരു സെൻറ്റൻസ് പറഞ്ഞല്ലോ, ഐ ഇനേബിൾഡ് ഹിം ടു റൈറ്റ് എ പോയം. പോയത്തിൻ്റെ ഉച്ചാരണത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പോം. അപ്പോൾ ഒരു സംശയം വരും, POEM പോം എന്നെങ്ങനെ വന്നു? ഇംഗ്ലീഷിന് പ്രത്യേകമുണ്ട്. കാരണം പോം എന്ന് പറയുമ്പോൾ അവിടെ ഈക്ക് ശബ്ദമില്ല, പോയം എന്ന് പറയുമ്പോൾ അവിടെ സംശയമില്ല. പോയം, POEM പോയം എന്ന് വരും. പക്ഷേ പോം ഉച്ചാരണം കറക്റ്റ് ഈ പറയുന്ന പോം എന്നാണ്. എന്തുകൊണ്ട്? ഇപ്പോൾ നമ്മൾ സ്വരങ്ങളെ, ഇംഗ്ലീഷ് അക്ഷരങ്ങളെ രണ്ടാക്കി തിരിക്കും. അത് ഗ്രാമാറ്റിക്കലാണ്. ഇംഗ്ലീഷ് അക്ഷരങ്ങളെ രണ്ടായിട്ട് തിരിക്കുന്നു. ഒന്ന് വൊവൽ, സ്വരാക്ഷരം. രണ്ടാമത്തേത് കോൺസോണൻ്റ്, എന്തക്ഷരം? വ്യഞ്ജനാക്ഷരം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, പൊതുവെ പലർക്കും അറിയാം. പക്ഷേ മൂന്നാമതൊന്നുണ്ട്, ഡിഫ്തോങ്. ഡിഫ്തോങ്, രണ്ട് സ്വരങ്ങൾ അല്ലെങ്കിൽ രണ്ടക്ഷരങ്ങൾ ചേർന്ന്, രണ്ട് വവ്വൽ ചേർന്ന് വരുന്നതാണ് ഡിഫ്തോങ്, സ്വരൈക്യം. ഡിഫ്തോങ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അതൊക്കെ ഇംഗ്ലീഷ് BA MA ഒക്കെ പഠിക്കുന്നവർക്ക് വേണ്ടിയാണ്. നമ്മൾ അറിയുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം ഇപ്പോൾ തലമുറകളൊക്കെ നല്ല ഇംഗ്ലീഷിലേക്ക് പഠിച്ചു പോവുകയാണ്, പുറത്തോട്ടൊക്കെ പോകാനുള്ളതാണല്ലോ. അല്ലെങ്കിൽ വലിയ വലിയ ഔദ്യോഗിക ഭാരം താങ്ങേണ്ടി വരുമ്പോൾ അതൊക്കെ ചിലപ്പോൾ അത്യാവശ്യമായിരിക്കും. റിട്ടേണിലും ഒക്കെ ഇത് അത്യാവശ്യമായിട്ട് വരും. DIPTHONG ഡിഫ്തോങ്, സന്ധ്യാക്ഷരം, സ്വരൈക്യം എന്ന് പറയും. രണ്ട് വവ്വലുകൾ ചേർന്ന് വരുന്നതാണ്. അതായത് രണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ, രണ്ട് കൊൺസോണൻ്റെ ഇടയിൽ രണ്ട് സ്വരാക്ഷരങ്ങൾ വരുമ്പോൾ ആ രണ്ട് സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തേനെ പൊതുവെ ശബ്ദം വരാറുള്ളത്. മൊത്തമല്ല, ഒരു 90%. ഇപ്പോൾ BOAT നമ്മൾ ശരിക്കും അതിൻ്റെ സ്വരാക്ഷരം വെച്ച് സ്വരാക്ഷരങ്ങൾക്ക് മുഴുവൻ ഊന്നൽ കൊടുത്താൽ ഉച്ചരിക്കണമെങ്കിൽ, പ്രൊനൗൺസ് ചെയ്യണമെങ്കിൽ BOAT ബോച്ച് എന്ന് വരും. BO ബോ, ATH ബോയച്ച്. പക്ഷേ ബോട്ട് എന്നാണ് ഉച്ചരിക്കുന്നത്. അവിടെ രണ്ട് അക്ഷരം ഒരുമിച്ച് ചേർന്ന് രണ്ട് സിലബിൾ എന്ന് പറയും. ഗ്രാമറിൽ സിലബിൾ ഉണ്ട്. ആ രണ്ട് സിലബിൾ ചേർന്ന് അക്ഷരം ഒറ്റയാവുകയാണ്, ബോട്ട്സ്. ബോട്ട്സ്. അവിടെ ആ OA വരുമ്പോൾ അവിടെ ലോങ് ലെവൽ സൗണ്ടാണ് ബോട്ട്സ്. ഇപ്പോൾ നമുക്കെടുക്കാം SOAP. നമ്മൾ O മാത്രം ഉച്ചരിക്കാനുള്ള സോപ്പ്, സോ ആപ്പ് എന്ന് പറയുന്നില്ല, സോപ്പ്. SOAP സോപ്പ്. POT ദീർഘിപ്പിക്കുന്നില്ല, POT പോട്ട്സ്. അപ്പോൾ ഇങ്ങനെ ഇടക്ക് വരുന്ന അക്ഷരമാണ് നമ്മൾ പറയുന്നത് സ്വര അക്ഷരങ്ങളുടെ ഐക്യം, അല്ലെങ്കിൽ സന്ധ്യാക്ഷരം, ഡിഫ്തോങ്. അതുകൊണ്ടാണ് POEM പോയം എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നു. പക്ഷേ കറക്റ്റ് ഇംഗ്ലീഷിൽ, കറക്റ്റ് പ്രൊനൗൺസിയേഷനിൽ, ഉച്ചാരണത്തിൽ പോം എന്നേ പറയുള്ളൂ. ഈ അവിടെ ഇല്ലാണ്ടായി പോകുന്നു. കാരണം ആദ്യത്തെ ഒരു അക്ഷരത്തിന് മാത്രമേ ആ സ്വരത്തിന് മാത്രമേ ശബ്ദം കിട്ടുള്ളൂ, ശബ്ദം കൊടുക്കാറുള്ളൂ. എന്ന് വെച്ച് ശബ്ദം കിട്ടണമുണ്ട്. COIN നമ്മൾ എടുത്തു നോക്കിയേ, OI രണ്ട് സിലബിളാണ്, അത് ഡിഫ്തോങ് ആണ്. അവിടെ നമ്മൾ കോന്നല്ല പറഞ്ഞ കൊയിൻ. COAT കോട്ട്സ്. അവിടെ ലോങ് ലെവൽ സൗണ്ട്, ബട്ട് COT കോട്ട്സ്. ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഇതിൻ്റേതായ രൂപത്തിൽ കടന്നു പോവുകയാണ്. ഇനി AM ആം എടുക്കാം. ആം ആകുന്നു, ആണ്. I am a student, ഞാനൊരു സ്റ്റുഡൻ്റാണ്. I am a doctor, ഞാനൊരു ഡോക്ടറാണ്. ആം ആകുന്നു, ആണ്. 24 ഹെൽപ്പിംഗ് വെർബിൽ ഫസ്റ്റ് ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഹെൽപ്പർ വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ്, അതാണ് ആം. ഹെൽപ്പിംഗ് വെർബിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഓരോ അക്ഷരവും ഡെവലപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു അല്പം റിപ്പീറ്റേഷൻ ഉണ്ടാവും. അതുമായിട്ട് ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് ആം ആകുന്നു, ആണ്. I am a student, ഞാനൊരു സ്റ്റുഡൻ്റാണ്. I am a teacher, ഞാനൊരു ടീച്ചറാണ്. I am going to കൊച്ചി, ഞാൻ കൊച്ചിയിലേക്ക് പോവുകയാണ്. ഈ ആം ഒന്നിന് മാത്രമേ സ്വന്തമുള്ളൂ, ഐക്ക് മാത്രം. ഐക്ക് മാത്രം എന്തുകൊണ്ട് ആം സ്വന്തമായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം
ഐ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഐ എന്ന ലെറ്റർ ഡെവലപ്പ് ചെയ്യാനുണ്ട്, വെറുതെ ഐ അക്ഷരമല്ല അത്. ഞാൻ എന്ന് പറയുന്ന ഐ അക്ഷരം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആമിനെക്കുറിച്ചും ഐയെക്കുറിച്ചുള്ള ബന്ധം കൂടുതൽ പറയും. ഇനി ആ സ്വരം നോക്കിക്കേ, എ എം ആം. അതേ ശബ്ദത്തിൽ എ ആർ എം ആം. എന്താ എ ആർ എം ആം? കൈ മുഴുവനില്ല, അത് ഹാൻഡാണ്. കൈത്തണ്ട, അതായത് നമ്മുടെ ഫിംഗർ മുതൽ നടുവ് വരെ, എൽബോ വരെ, കൈമുട്ട് വരെയാണ് ആം. താഴെ കൈപ്പത്തി മൊത്തം പാമാണ്. പാം കൈരേഖാശാസ്ത്രമുണ്ട്, പാമിസ്റ്റ് കൈരേഖ നോക്കുന്ന ആൾ. പണ്ടൊക്കെ ഒരുപാട് പേരുണ്ട് പാമിസ്റ്റ്. ഇത് പാമിസ്റ്റ് കൈരേഖാശാസ്ത്രം. അപ്പോൾ ആം. അപ്പോൾ എ എം ആമുണ്ട്, എ ആർ എം ആമുണ്ട്, ആംസ്, എ ആർ എം എസ് ആംസ്, ആയുധങ്ങൾ, ആർമമെൻറ്റ്, ആയുധശേഖരങ്ങൾ. ഇനി എ എൽ എം എസ് ആംസ് ഉണ്ട്, ഒരു എസ് അവിടെ കൂടുതലല്ല, ആംസ്, ഭിക്ഷ, ആംസ് ഭിക്ഷ, ആംസ് ബോക്സ് നേർച്ചപ്പെട്ടി. ഇതൊക്കെ നല്ല ശാന്തമായ ഫിലോസഫിക്കലായ പദമാണ്. ആംസ് ബോക്സ് നേർച്ചപ്പെട്ടി, ആംസ് ഹൗസ് അനാഥാലയം, ആംസ് ഹൗസ് അനാഥാലയം. അപ്പോൾ ഒരേ ശബ്ദം വരുന്നു, സ്പെല്ലിംഗ് വ്യത്യാസം വരുന്നു, അർത്ഥവ്യത്യാസം വരുന്നു. മറ്റ് ഭാഷകളിലൊക്കെ ഓരോന്നിനും ഓരോ വാക്കുള്ളപ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ആം നമ്മളാകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ചു. പക്ഷേ അതാ വരുന്നു, ഐ ആം ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഒരു വാചകം, ഐ ആം ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അവിടെ ആം ടുവിന് ആമിൽ നിന്ന് അർത്ഥവ്യത്യാസം മൊത്തം. അവിടെ ടു എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ കയറി അർത്ഥം വേറെയല്ല. ടു സ്പീക്ക് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ടു സ്പീക്ക് ടു വരുമ്പോൾ സംസാരിക്കുവാൻ, ടു ഗോ പോകുവാൻ. ആ ടു വെർബ് വരുമ്പോൾ ആ എന്നർത്ഥം കിട്ടും. ടു ഈറ്റ് തിന്നുവാൻ, ടു ഡ്രിങ്ക് കുടിക്കുവാൻ, ടു റൈറ്റ് എഴുതുവാൻ. പക്ഷേ ആം എന്ന് പറയുന്ന ആ ഹെൽപ്പിംഗ് വെർബിനോടൊപ്പം ആകുന്നു, ആണ് എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബിനോട് ടു വന്നാൽ സംഭവം ആകെ മാറി. അത് ചേർത്ത് പറയണം, ഐ ആം ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കണം. അവിടെ ആം ടു നിർബന്ധത്തിന് ഉപയോഗിക്കുന്നു. എന്ത് നിർബന്ധം? ബാഹ്യപരമായ നിർബന്ധം. ആം ടു, ആം ഐയുടെ കൂടെയാണെന്നല്ല പറഞ്ഞത്. ഐ ആം ടു റൈറ്റ് ഇൻ ഹിന്ദി. ഞാൻ ഹിന്ദിയിൽ എഴുതണമെന്ന് പറയാൻ എൻ്റെ മൊത്തം ആഗ്രഹമല്ല. ഹിന്ദിയിൽ എഴുതിയാലേ എനിക്ക് ആ ജോലി കിട്ടുള്ളൂ, ആ സ്ഥാനത്ത് ഞാൻ നിൽക്കുള്ളൂ. അത് ബാഹ്യപരമായ സമ്മർദ്ദമാണ്. ഈ ആം ടു പോലെ ഈസ് ടു, ആർ ടു, വോസ് ടു, വേർ ടു, ഹാസ് ടു, ഹാവ് ടു, ഹാഡ് ടു വരേണ്ട. ഇത് നിർബന്ധപരമായി ചെയ്യേണ്ടത്. ഇവിടെ ആം ടു ആണ് നമുക്ക് എടുക്കേണ്ടത്. ബാക്കി ഹാസ് ടു ഒക്കെ അതാത് അക്ഷരങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐ ആം ടു ഗീവ് സം മണി. ഞാൻ നിനക്ക് കുറച്ച് പണം തരേണ്ടിയിരിക്കുന്നു, കുറച്ച് പണം തന്നേ പറ്റൂ. അപ്പോൾ ആം ടുവിൻ്റെ പ്രയോഗം അതാണ്. ഇപ്പോൾ ഐ ആം സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾക്ക് ആമിനെ മുൻപിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചോദ്യരൂപത്തിലായി. ആം ഐ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്? ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കണോ? അപ്പോൾ ഇങ്ങനെ ഈ ഹെൽപ്പിംഗ് വെർബിനെ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് വാചകത്തെ, അതേ വാചകത്തെ ആ ഹെൽപ്പിംഗ് വെർബ് അവിടെ നിന്ന് നമ്മൾ ബുക്കിയെടുത്ത് ആദ്യത്തെ അക്ഷരം, ആദ്യത്തെ സംഭവമായ സബ്ജക്റ്റിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടാൽ ചോദ്യം വരും. ഉത്തരം എസ് ഓർ നോ ആയിരിക്കും. ആം ഐ ഗോ ടു കൊച്ചി? ഞാൻ കൊച്ചിയിലേക്ക് പോകണോ? ആൻസർ വിസ്തീരിക്കേണ്ട, യെസ് ഓർ നോ ആൻസർ. ഹെൽപ്പിംഗ് വെർബ് വെച്ച് ആരംഭിക്കുന്ന ഇതേപോലെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം, അതിൻ്റെ ആൻസർ നമുക്കറിയാം. എപ്പോഴും ആൻസർ എന്തായിരിക്കും? എസ് ഓർ നോ ആൻസറാണ്. ഇനി നമുക്ക് ആൻസർ എടുക്കാം. എന്താ ആൻസർ? ഉത്തരം. ആൻസർ പറയുന്നത് വെച്ചാൽ ഉത്തരം പറയും. ഉത്തരം പറയുക എന്നുണ്ട്, ഉത്തരം എന്നുണ്ട്. ആൻസർ വെർബിൽ വരും. അപ്പോഴാണ് അതിന് 3 ടെൻസ് രൂപം. ആൻസർ, ആൻസേഡ്, ആൻസേഡ്. ആൻസർ പറയുന്നവൻ ആരാണ്? ആൻസറർ. മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ചെയ്യുന്നവൻ ടേക്കർ, റൈറ്റ് ചെയ്യുന്നവൻ റൈറ്റർ, സ്പീക്ക് ചെയ്യുന്നവൻ സ്പീക്കർ, കം ചെയ്യുന്നവൻ കമർ, ഗോ ചെയ്യുന്നവൻ ഗോവർ. അതുപോലെ ആൻസർ ചെയ്യുന്നവൻ ആൻസറർ, ഉത്തരം പറയുന്നവൻ. ആൻസർ ഫോർ ഉണ്ട്. എന്താ ആൻസർ ഫോർ? ഒരു ഫോർ വന്ന സംഭവം മാറി, കാരണം പറയുക. ആൻസർ ഫോർ. ആൻസർ ബാക്ക് ഉണ്ട്, പറഞ്ഞതിന് മറിച്ച് തിരിച്ച് മറുപടി പറയുക. ആൻസർ, ആൻസേഡ്, ആൻസേഡ്. ഐ ആൻസേഡ്, ഐ ആം ആൻസറിങ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഒരു സംഭവം, ഐ ആം ആൻസേഡ്, ഐ ആം ആൻസേഡ്. അത് വിസ്തീരിക്കുന്നില്ല, അത് വേറെ ഭാഗത്ത് വിസ്തീരിക്കും. ഐ ആം ആൻസേഡ്, എന്നെക്കൊണ്ട് ഉത്തരം പറയിച്ചു. പറയുന്ന ഞാനാണെങ്കിലും ഒരു സമ്മർദ്ദം, എന്നെക്കൊണ്ട് ഉത്തരം പറയിച്ചു. ഐ കോൾഡ്, CALLED, കോൾഡ്. ഐ കോൾഡ് എന്താ അർത്ഥം? ഞാൻ വിളിച്ചു. ഐ ആം കോൾഡ്, എന്നെ വിളിക്കുകയാണ്, വിളിക്കപ്പെടുകയാണ്. ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഐ ജംപ്ഡ്, ഞാൻ ചാടി.
ഐ ജംപ്ഡ് ഹിം, ഞാനവനെ ചാടിച്ചു. ഐ റാൻ, ഞാൻ ഓടി. ഐ റാൻ ഹേർ, ഞാൻ അവളെ ഓടിച്ചു. അങ്ങനെ ഇങ്ങനെ പിരിഞ്ഞു പോകുന്ന ഒട്ടേറെ കാര്യങ്ങൾ അതിൻ്റെ സന്ദർഭം അനുസരിച്ച് നമ്മുടെ ഈ ആംഗലേയ ഭാഷയ്ക്ക് സ്വന്തം. അതുകൊണ്ടാണ് ആംഗലേയ ഭാഷയെ പല ബാർബറിയൻ ലാംഗ്വേജ്, ക്രേസി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവാൻ ചിലപ്പോൾ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരികയാണല്ലോ. ഇനി പല വാക്കുകളോടൊപ്പം ഈ എ എന്ന് പറയുന്ന ആയുധക്ഷം ആദ്യം കയറി ചില കൊച്ചു കൊച്ചു കളികളുണ്ട്. അവൻ ആദ്യം അങ്ങോട്ട് കയറും. ബാക്ക് എടുക്കാം നമുക്ക്. ബാക്ക്, പിന്നിൽ. ഹെൽപ്പും ഉണ്ട്. ബാക്ക്, ബാക്കിങ്, സഹായം, ഹെൽപ്പിങ്. ഫ്രഷ്, പുത്തനായിട്ടുള്ള. ബെഡ്, കിടക്ക. മിസ്, തെറ്റുക. MASS, മാസ്, കൂടുക. ടോപ്പ്, മുകളിൽ. റൈറ്റ്, ശരി. ഇതിൻ്റെ മുന്നിലേക്കൊന്ന് എ ഇട്ട് കൊടുത്ത് ചേർത്ത് വായിക്കുമ്പോൾ ഒരൊറ്റ വേർഡായിട്ട് വരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥം പോകുന്നു. എബറ്റ്, എബറ്റ്, ABED, എബറ്റ്. നമ്മൾ പൊതുവെ കേട്ടണ ബെഡാണ്. എന്താ എബറ്റ്? കിടക്കയിൽ കിടന്നുകൊണ്ട്, എബറ്റ്. ഹി ടോക്ക്ഡ് മീ, അവൻ എന്നോട് സംസാരിച്ചു, എബറ്റ്. അവൻ കിടക്കയിൽ കിടന്നുകൊണ്ട് എന്നോട് സംസാരിച്ചു, എബറ്റ്, കിടക്കയിൽ. നമ്മൾക്ക് വേറെ രൂപത്തിൽ ഓണോ ഇന്നോ ഒക്കെ പറയാം. പക്ഷേ ഓണിനൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇൻ ബെഡ് എന്ന് പറയുമ്പോൾ രോഗശയ്യയില്ല. ഓൺ ബെഡാണ് വെറുതെ കിടക്കയിൽ. ഐ ആം ലയിങ് ഓൺ ദ ബെഡ്, ഞാൻ കിടക്കണം. ഐ ആം ലയിങ് ഇൻ ബെഡ് ഓർ ഇൻ ദ ബെഡ്, അവിടെ രോഗശയ്യയിലാണ്. ഇംഗ്ലീഷ് വെറും കൊച്ചു കാര്യം മതി ആകെ തെറ്റിപ്പോകാൻ, ആകെ മാറ്റം വരാൻ. ആകെ പാസ്, നമുക്കറിയാം പാസ്, കടന്നു പോവുക, പാസ്സാവുക. ഒരു വ്യക്തി തൻ്റെ കുട്ടി 9ാം ക്ലാസ്സിൽ പാസ്സായപ്പോൾ ശക്തമായിട്ട് പാസ്സായി, നല്ല മാർക്ക് കൂടി പാസ്സായെന്ന് പറയാനായിട്ട് ആ കാർന്നൂർ ഉപയോഗിച്ചത്, ഒരു പഴയ കാലത്ത് ആ കാർന്നൂർ ലെറ്ററിൽ എഴുതിയത്, മൈ ഡോട്ടർ പാസ്ഡ് അവേ ഇൻ സ്റ്റാൻഡേർഡ് 9 വിത്ത് ഹൈ മാർക്സ് എന്ന് എഴുതിയത്. മൈ ഡോട്ടർ പാസ്ഡ് അവേ ഇൻ സ്റ്റാൻഡേർഡ് 9 വിത്ത് ഹൈ മാർക്സ്. ഭയങ്കര മാർക്കോടുകൂടി എൻ്റെ കുട്ടി 9ാം ക്ലാസ് പാസ്സായി. പാസ്ഡിന് പകരം പാസ്ഡ് അവേ. വാട്ട് ഈസ് മീൻ ബൈ പാസ്ഡ് അവേ? മരിച്ചു. അത് റൈസൽ വെർബ. തൊട്ടതിനും പിടിച്ചതിനും പ്രശ്നം ഉണ്ടാക്കാൻ ഇവൻ ഭയങ്കരനാണ്. അതുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ശ്രദ്ധിക്കാനുണ്ട്. അസാസിൻ, അസാസിനേഷൻ. അസാസിൻ, ASSIN, അസാസിൻ. അസാസിനേഷൻ, അസാസിനേഷൻ അല്ല, ATION എല്ലാം ഏഷ്യൻ ഉച്ചാരണം പറഞ്ഞു. ചിലയിടത്ത് ചില പ്രൊണൗൺസിയേഷൻ വരുന്ന രീതി നമ്മൾ ഒരൊറ്റക്കെടുക്കും. അക്ഷരങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് അക്ഷരം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മറ്റു രൂപത്തിൽ ഈടിൽ അവസാനിക്കുന്നതെല്ലാം ഇഡെന്ന് വരുന്നത് പോലെ, AGയിൽ ഇജ്ജെന്ന് വരുന്ന പോലെ, MARRIAGE, മാരേജ് അല്ല, മാരേജ്. ഈറ്റിയിൽ ഇറ്റ്, ATION എപ്പോഴും ഏഷ്യൻ എന്നാണ്, RATION റേഷൻ. അപ്പോൾ അസാസിനേഷൻ കൊലയാണ്, കൊല്ലുക, കില്ലിങ് കൊലയാണ്. മേർഡർ കൊലയാണ്, മേർഡേഡ് കൊല ചെയ്യപ്പെട്ടു. പക്ഷെ അസാസിൻ അവന് വ്യത്യാസമുണ്ട്. രാഷ്ട്രീയ കൊലപാതകം, അസാസിനേറ്റഡ്, രാഷ്ട്രീയ കൊലപാതകം നടത്തി, വലിയ വലിയ രാഷ്ട്രീയക്കാരെ കൊല്ലുന്നു, ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി രാഷ്ട്രീയ, അതാണ് അസാസിനേഷൻ. അസാസിനേഷൻ അല്ല, അസാസിനേഷൻ. അപ്പോൾ അവിടെ നമ്മളെങ്ങനെ ഉപയോഗിക്കും? ഇപ്പോൾ ഗാന്ധിജിയെ കൊന്ന നമുക്കറിയാം, ഗോഡ്സേണ് ഇല്ലേ? അപ്പോൾ അവിടെ നമ്മളെങ്ങനെ ഉപയോഗിക്കും? ഗോഡ്സേ അസാസിനേറ്റഡ് മിസ്റ്റർ ഗാന്ധിജി, അല്ലെങ്കിൽ ഗോഡ്സേ ഈസ് ദ അസാസിനേറ്റർ ഓഫ് ഗാന്ധി. വിൽക്സ് ബൂത്ത് ആൻ അമേരിക്കൻ സിറ്റിസൺ, കിൽഡിന് പകരം, മർഡേഡിന് പകരം അസാസിനേറ്റഡ്, ASSINAT, അസാസിനേറ്റഡ് എബ്രഹാം ലിങ്കൺ. ആ ലിങ്കൺ എന്നുള്ള സ്പെല്ലിംഗ് നമുക്ക് പ്രശ്നം ഉണ്ടാകും. LINCOLN, ലിങ്കോളൻ, കറക്റ്റ്, LINCOLN, ലിങ്കൺ. അതാണ് അസാസിനേഷൻ. അസാസിനേറ്റ്, ഒരു ആക്സിഡൻ്റ് എന്നുള്ള പദം കൊടുക്കുക. ഒരു എയിലാണല്ലോ ആക്സിഡൻറ്റ്, നമ്മൾ അപകടം എന്ന് പറയും. അപകടത്തിൻ്റെ ഒറിജിനൽ ഇംഗ്ലീഷ് ഡേഞ്ചറാണ്, അപകടം. ആക്സിഡൻ്റൽ ഡെത്ത്, അവിചാരിതമായ മരണം. ആക്സിഡൻ്റ് അവിചാരിത സംഭവമാണ്. അപ്പോൾ നമ്മൾ റോഡ് ആക്സിഡൻ്റൊക്കെ എങ്ങനെയുണ്ട്? അത് അവിചാരിതമാണ്. വിചാരിച്ച് വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ വിചാരമുണ്ട്,
എവിടേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ആക്സിഡൻറ്റ് നമ്മുടെ പുറകെ ഉണ്ടാവും, മരണം നമ്മുടെ പുറകെ ഉണ്ടാവും. വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ജീവിതം എന്ന് പറഞ്ഞാൽ അതല്ല, അതിനെതിരെ പൊരുതുക എന്നുള്ളതാണ് ജീവിതം. ആക്സിഡൻറ്റിന് നമ്മൾ ഈ അവിചാരിതം എന്ന് പറയുന്നു. റോഡ് ആക്സിഡൻറ്റ് നമുക്ക് മനസ്സിലായി. ആ റോഡ് ആക്സിഡൻറ്റിൽ ഏത് വാഹനമാണ്, ഏത് വെഹിക്കിൾ മുട്ടിയാണ് മരിച്ചതെന്നുള്ള സെപ്പറേഷൻ ഉണ്ട്. ബൈക്ക് ആക്സിഡൻറ്റ്, കാർ ആക്സിഡൻറ്റ്, ബസ് ആക്സിഡൻറ്റ്, അത് മൊത്തം ഒരു ആക്സിഡൻറ്റിൽ പെടും. അവിചാരിതമായ ഏത് മരണവും ആക്സിഡൻറ്റ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരാൾ തെങ്ങേന്ന് വീണല്ല ഒരു ആക്സിഡൻറ്റാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ചോദിക്കണം എന്താണെന്ന്. അപ്പോഴാണ് പുള്ളി തെങ്ങേന്ന് വീണ് എന്നുള്ളതൊക്കെ വരുന്ന ഒരു ആക്സിഡൻറ്റാണ്. കാരണം തെങ്ങേ കയറുന്നവൻ തെങ്ങേന്ന് വീഴാൻ വേണ്ടി കയറുന്നതല്ലോ, വീണ് പോയിന്ന്. ഇനിയിപ്പോൾ ഈ ആക്സിഡൻറ്റിൽ ട്രെയിൻ ആക്സിഡൻറ്റ് എന്ന് പറയാറ്. ട്രെയിൻ ആക്സിഡൻറ്റ് എന്ന് പറയാൻ നമുക്ക് മനസ്സിലായി എന്താ ട്രെയിൻ ആക്സിഡൻറ്റ്. ട്രെയിൻ മുട്ടി മരിച്ചു. പക്ഷേ ട്രെയിനല്ല ഉപയോഗിക്കേണ്ടത്, നമ്മുടെ ശരിയായ ഇംഗ്ലീഷിൽ റെയിൽവേ ആക്സിഡൻറ്റ്സ്. റെയിൽവേ ആക്സിഡൻറ്റാണ് ട്രെയിൻ ആക്സിഡൻറ്റ്. പ്ലെയിൻ എടുക്കാം നമുക്ക്, പ്ലെയിൻ ആക്സിഡൻ്റ് ഇല്ല. പ്ലെയിൻ ആക്സിഡൻറ്റ് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിന് പ്ലെയിൻ ക്രാഷ് അതാണ് ഈ പറയുന്ന പ്ലെയിൻ ആക്സിഡൻറ്റ്. അവിടെ ആകസ്മികമായിട്ടുള്ള ഒരു മരണം, അതാണ്. ഷിപ്പ് എടുക്കാം നമുക്ക്, ഷിപ്പ് ആക്സിഡൻ്റ് അല്ല. ഷിപ്പ് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഷിപ്പ് റക്ക്, WRECK, റക്ക്, നാശം, അപകടം. ഷിപ്പ് റക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ചരിത്രത്തിൻ്റെ ഏതോ ദുരന്ത നിയോഗങ്ങളിൽ നിന്ന് ഒരു കപ്പൽ കയറി വരും. നമ്മുടെ ടൈറ്റാനിക് അറ്റ്ലാന്റിക്കിൻ്റെ അപാരതയിലേക്ക് മുങ്ങി താണ ഭയങ്കരമായൊരു സംഭവം ഉണ്ടാക്കി ദുരന്തം എന്നുമായതാണ് ടൈറ്റാനിക്. ഭയങ്കരം എന്നുള്ള അതിൻ്റെ അർത്ഥം ടൈറ്റാനിക്. ടൈറ്റൻ വാച്ച് കമ്പനി നമ്മൾ കേട്ടിട്ടില്ലേ? ടൈറ്റാനിക് സ്ട്രഗിൾ എന്നുണ്ട്. ടൈറ്റാനിക് സ്ട്രഗിൾ, ഭയങ്കരമായി പൊരുതി നേടുന്ന വിജയം. നമ്മുടെ മലയാള ഭാഷയിലെ ഭഗീരഥ പ്രയത്നം എന്ന് പറയും. അത് നമ്മുടെ ടീയിലേക്ക് വരേണ്ടതാണ്. അത് പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു പോകുന്നു മാത്രമല്ല. അപ്പോൾ ഓരോ ആക്സിഡൻറ്റിലും വ്യത്യസ്തമായിട്ട് ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ അത്ലറ്റിക്സ് എന്ന് പറയും. അത്ലറ്റ് കറക്റ്റ് ഉച്ചാരണം അത്ലറ്റ് അല്ല, അത്ലീറ്റ് ആണ് കറക്റ്റ് ഉച്ചാരണം. അത്ലീറ്റ്. ഇപ്പോൾ ആർട്ടിസ്റ്റ് എന്ന് പറയില്ല, ARTIST ആർട്ടിസ്റ്റ്. ആരാ ആർട്ടിസ്റ്റ്? കലാകാരൻ. ART ആർട്ട്, കല. ART ആർട്ട് എന്ന് പറഞ്ഞാലേ കലയെന്ന് മനസ്സിലാവുള്ളൂ. അവൻ്റെ ജോലി എന്താണ്? അവൻ ആരാണ്? ഹീസ് ആൻ ആർട്ടിസ്റ്റ്. പക്ഷേ ART ആർട്സ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ സൈലൻ്റായി പോകും. ആറ്റ്സ്. പക്ഷേ ആറ്റ് എന്ന് വെച്ചാൽ മനസ്സിലാവുമോ? അറ്റ് വേറെ വസ്തു കിടപ്പുണ്ട്. അപ്പോൾ ART ആർട്സ്, ആറ്റ്സ്. ആർട്ടിസ്റ്റിക് സ്റ്റൈൽ. മലയാളത്തിലെ M. മുകുന്ദൻ്റെ പ്രസിദ്ധമായൊരു ചെറുകഥയാണ് ആർട്ട് അറ്റാക്ക്. അത് ഇംഗ്ലീഷിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു കലാകാരൻ്റെ ഒറ്റപ്പെട്ട വിഷമങ്ങൾ. ആർട്ടിസ്റ്റിക്. ഈ ARTIST ആർട്ടിസ്റ്റ്, കലാകാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ചിത്രകാരൻ മാത്രമായിരിക്കും. പക്ഷേ ARTIST ആർട്ടിസ്റ്റിൻ്റെ അപ്പുറം ഒരു വന്നു കഴിഞ്ഞാൽ അതും ആർട്ടിസ്റ്റാണ് ഉച്ചാരണം. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ചിലപ്പോൾ പല പദങ്ങളുടെ അവസാനം ഒരു ഇങ്ങനെ കൂടിച്ചേരും. എന്തിനാ കൂടിച്ചേരുന്നത്? പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അവിടെ വേണം. ഇംഗ്ലീഷ് ഭാഷയിൽ, ഇംഗ്ലീഷ് വേർഡ്സിൽ, ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു അക്ഷരമാണ് അത് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വരാൻ കാരണം? ഒട്ടുമിക്ക പദങ്ങളുടെയും അവസാനം വരുന്നത് കൊണ്ടാണ്. അവിടെ വന്ന് അവസാനിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഈയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒട്ടുമില്ലാത്ത ഒരു വലിയ പുസ്തകത്തെക്കുറിച്ച് പറയാനുണ്ട്. അത് സബ്ജക്റ്റ് ആ വിഷയം കയറുമ്പോൾ ലെറ്ററെക്കുറിച്ച് നമുക്ക് പറയുമ്പോഴേക്കാണ് അത് കയറി പോവേണ്ടത്. ARTIST ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കൂടിയല്ലോ, അതും ആർട്ടിസ്റ്റാണ്. ആർട്ടിസ്റ്റ് എന്ന് പറയണം. പക്ഷേ നമ്മൾ ഉച്ചരിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ചിത്രകാരൻ മാത്രമല്ല, എല്ലാത്തരം കലാകാരന്മാരും, എഴുത്തുകാരൻ, സാഹിത്യകാരൻ, അതുപോലെയുള്ള ചിത്രകാരൻ, ശില്പി, എല്ലാം ഒരു സർവ്വകലാ വല്ലഭൻ. ആന്തം, ANTHM, ആന്തം. ആന്തം എന്ന് പറയുമ്പോൾ നാഷണൽ ആന്തമാണ്, ദേശീയ ഗാനം. നാഷണൽ സോങ് ഉണ്ട് നമുക്ക്. നാഷണൽ ആന്തം, ഗാനം. എന്താണ് ഈ ആന്തം എന്ന് വന്നേക്കണത്? നാഷണൽ സോങ് തന്നെ പോലെ ദേശീയ ഗാനം. നമ്മൾ ഉപയോഗിക്കുന്ന ദേശീയ ഗാനം ജനഗണമന, ടാഗോർ എഴുതിയത്. നമുക്ക് നാഷണൽ സോങ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ നാഷണൽ ആന്തം എന്താ? ആന്തം എന്ന് വെച്ചാൽ ഇവിടെ ആന്തം പ്രത്യേകതയുണ്ട്. ഒരുപാട് പേര് കൂടി നിന്ന് ആലപിക്കുന്നതാണ് ആന്തം. അതാണ് നാഷണൽ ആന്തം എന്ന് വന്നേക്കണം. വേറൊന്നും ഇങ്ങനെ ആന്തം ഒന്നും വരില്ല. അപ്പോൾ ഇവിടെ എയെക്കുറിച്ചുള്ള വളരെ കുറച്ച് സംഗതികൾ നമ്മൾ A1 എന്നാണ് ഉച്ചാരണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നമ്മുടെ ലെക്ചർ, അടുത്ത അക്ഷരം ആരംഭിക്കുന്നത് ഞാൻ എന്ന് പറയുന്ന, ഇന്ന് നമ്മളാകാൻ വേണ്ടിയുള്ള
ഐ എന്ന ലെറ്ററുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്.